Hello friends, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചക്ക എരിശ്ശേരിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരുപാട് മൂക്കാത്ത ചക്ക എടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു 15 ചോള ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് മൂത്ത് പഴുത്തിട്ടില്ല, എന്നാൽ കുറച്ചൊരു മഞ്ഞ കളർ ആവാറായിട്ടുള്ള ഒരു ചക്ക എടുക്കുന്നതാണ് ഈ ഒരു ചക്ക എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് ചെറിയ കഷ്ണമായിട്ട് അരിയണം എന്നില്ല, ഒരു 2-3 കഷ്ണമായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കാം. ഇതേ ചക്കയുടെ തന്നെ ഒരു 20 ചക്കക്കുരുവും നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി എടുത്ത് വെക്കാം. ചക്ക ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ചക്ക ചുളയും ചക്കക്കുരുവും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെളുത്തുള്ളിയുടെ കൂടെ 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സവാള ചേർക്കണ്ട, ചെറിയുള്ളി ഉണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ മാത്രം മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു കിട്ടും ഈ ഒരു ചക്ക. ചക്ക എരിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2-3 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പൊടിച്ച ജീരകം പൊടി ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോഴും ഒരുപാട് ചേർക്കണ്ട, ഒരു 2-3 ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒതുക്കിയെടുക്കുക. സാധാരണ എരിശ്ശേരികൾക്ക് ഒതുക്കിയെടുക്കുന്നത് പോലെ തന്നെ. ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരുവും ചക്കയെല്ലാം 2 വിസിൽ കേട്ടപ്പോഴേക്കും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ വേവിച്ചെടുത്ത അതേ കുക്കറിൽ തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. കുക്കറിൽ തന്നെ ഇട്ട് ഈ ഒരു അരപ്പ് നന്നായി ചൂടാക്കി എടുക്കുന്നതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു തേങ്ങാരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു അരപ്പ് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ചക്കയും അതുപോലെ ചക്കക്കുരുവും തേങ്ങാരപ്പും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കൽ മാത്രമേ ഉള്ളൂ. നന്നായി ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം 2-3 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2-3 മതിയാവും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ചെറിയുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില അതുപോലെ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കൂടി ചേർക്കണം. 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. ഒരുപാട് തേങ്ങ ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആ ഒരു മസാലയിലേക്ക് ഒരു ചെറിയൊരു ഉപ്പ് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്നങ്ങ് മിക്സായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് താളിച്ച് ഒഴിക്കാവുന്നതാണ്. ഇതൊന്ന് വറുത്തിട്ടതിന് ശേഷം ഇതങ്ങ് മിക്സ് ചെയ്തെടുത്താൽ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ടാണ് ചക്ക. ഒരുപാട് ചക്ക എല്ലായിടത്തും ഇപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ സദ്യ എരിശ്ശേരിയിൽ നിന്ന് വ്യത്യസ്തമാണ്, പക്ഷെ എന്നാലും നല്ല രുചിയുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് എരിശ്ശേരി നമ്മുടെ സദ്യയുടെ കൂടെ അല്ലാതെ തന്നെ നമുക്ക് ഏത് കറിയുടെ കൂടെയും സെർവ് ചെയ്യാം കേട്ടോ. മീൻകറിയുടെ കൂടെ സെർവ് ചെയ്യാം. അതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.